ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നാം ചിന്തിക്കുന്നത് നിത്യജീവനെക്കുറിച്ചാണ്. എന്നേക്കും നിത്യമായിട്ട് ഒരു ജീവിതം നമുക്കുണ്ടോ? ഉണ്ടെങ്കിൽ അതിന് തെളിവ് എന്താണ് ഇതിനൊരു ഉറപ്പ്? വാസ്തവത്തിൽ വിശുദ്ധ ഗ്രന്ഥം നിത്യജീവനെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നുണ്ടോ? നമുക്കൊന്ന് നോക്കാം. ഈ ലോക ജീവിതത്തില് എൻ്റെ കുടുംബത്തിൽ തന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളോടൊന്ന് പങ്കുവയ്ക്കാം. എൻ്റെ ഒരു കസിൻ ബ്രദർ വിവാഹം കഴിഞ്ഞ് 15 ദിവസത്തിനകം വിദേശത്തേക്ക് ജോലിക്ക് പോവുകയാണ്. വിവാഹത്തിന്റെ 10ാം ദിവസമായപ്പോൾ മുതൽ ഭാര്യ കരച്ചിലാണ്, കൂടെ ബ്രദർ. പോകുന്ന ദിവസം ഭാര്യ അവന്റെ കയ്യിൽ നിന്ന് പിടിവിടാതെ നിന്ന് കരയുകയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ബ്രദർ ആദ്യമായാണ് വിദേശത്തേക്ക് പോകുന്നത്. അവന്റെ ഭാര്യ ഇതുവരെയും പോയിട്ടില്ല. അവർ രണ്ടുപേരും ഇങ്ങനെ ഒരു രാജ്യത്തെക്കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ, കണ്ടിട്ടില്ല. പിരിയാൻ ഇത്ര വേദനയും. പിന്നെ എന്തുകൊണ്ട് ഇവർ പോകുന്നു? വേണ്ടെന്ന് വെച്ചുകൂടെ? ഈ വേദന സഹിച്ച് അവിടെ ചെന്നാൽ ഇവർ പ്രതീക്ഷിക്കുന്നത് അവിടെ ഉണ്ട് എന്ന് എന്താണ് ഇത്ര ഉറപ്പ്? അതിനവർ തന്നെ എനിക്കൊരു ഉത്തരം തന്നു. അതിങ്ങനെയായിരുന്നു: ഞങ്ങൾ ആ നാട് കണ്ടിട്ടില്ല, എന്നാൽ ഞങ്ങൾക്ക് മുൻപേ പോയ പലരുടെയും തുടർന്നുള്ള ജീവിതം ഞങ്ങൾ കണ്ടു. ചെറിയൊരു കുടിലിന്റെ സ്ഥാനത്ത് മണിമാളിക ഉയരുന്നത്, ഓട്ടോറിക്ഷയ്ക്ക് പകരം മുന്തിയ തരം കാറുകൾ, കുടുംബത്തെ മുഴുവൻ ആ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് എല്ലാം ഞങ്ങൾ കണ്ടു. ആ വിശ്വാസത്തിൽ ഞങ്ങൾക്കും അത് ലഭിക്കും എന്ന ഉറപ്പിൽ ഇന്ന് പിരിയുന്നതിന്റെ ഈ വേദന സഹിക്കാൻ ഞങ്ങൾ തയ്യാറാവുകയാണ്. ഇത് തന്നെയാണ് നിത്യജീവനെക്കുറിച്ചുള്ള നമ്മുടെ പ്രതീക്ഷയും. നമുക്ക് മുൻപേ പോയവർ അവരുടെ ഇന്നത്തെ സൗഭാഗ്യം നിത്യതയുടെ വഴിയിലൂടെ യാത്ര ചെയ്യാൻ നമുക്ക് പ്രചോദനമാകുന്നു. നിത്യതയിലേക്കുള്ള ഒരന്വേഷണ യാത്ര നമുക്ക് ഒരുമിച്ച് ആരംഭിക്കാം. ഇത് കേൾക്കുന്ന സഹോദരങ്ങളോട് എനിക്കൊരു അപേക്ഷയുണ്ട്. കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ ബൈബിള് ഒന്ന് തുറന്നു വെച്ച് ഞാൻ ഈ പറയുന്ന വചനങ്ങൾ അതിലൊന്ന് അടയാളപ്പെടുത്തുകയോ വീണ്ടും ഒന്ന് വായിക്കുകയോ ഒക്കെ ചെയ്യുന്നത് നന്ന്. കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 10-ാം വാക്യം. അതിങ്ങനെയാണ് പറയുന്നത്: എന്തുകൊണ്ടെന്നാൽ ഓരോരുത്തരും തങ്ങളുടെ ശാരീരികതയിൽ ചെയ്തിട്ടുള്ള നന്മ തിന്മകൾക്ക് പ്രതിഫലം സ്വീകരിക്കുന്നതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ വരണം. ഒരിക്കൽ കൂടി നമുക്ക് വചനമൊന്ന് കേൾക്കാം. കൊരിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 10-ാം വാക്യം. എന്തുകൊണ്ടെന്നാൽ ഓരോരുത്തരും തങ്ങളുടെ ശാരീരികത എന്ന് പറഞ്ഞാൽ ശരീരമുള്ള കാലത്ത്, അതായത് ലോകത്തിലായിരിക്കുമ്പോൾ ചെയ്തിട്ടുള്ള നന്മ തിന്മകൾക്ക്, നന്മയ്ക്കും തിന്മയ്ക്കും പ്രതിഫലം സ്വീകരിക്കുന്നതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപിൽ വരണം. അങ്ങനെ വന്നു നിൽക്കുമ്പോൾ ഗലാത്യർ 6:7 നിങ്ങൾക്ക് വ്യാമോഹം വേണ്ട, ദൈവത്തെ കബളിപ്പിക്കാനാവില്ല, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. കർത്താവിന്റെ മുൻപിൽ നിർത്തപ്പെടുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു വ്യാമോഹം വേണ്ട എന്ന് ദൈവം പറയുന്നു. ദൈവത്തെ കബളിപ്പിക്കാൻ പറ്റില്ല. മനുഷ്യന് ഭൂമിയിലായിരിക്കുമ്പോൾ അധികാരിക്ക് അധീനരെ കബളിപ്പിക്കാം, അധീനർക്ക് അധികാരികളെ കബളിപ്പിക്കാം, മാതാപിതാക്കൾക്ക് മക്കളെ കബളിപ്പിക്കാം, മക്കൾക്ക് മാതാപിതാക്കളെ കബളിപ്പിക്കാം. എന്നാൽ ദൈവ തിരുമുമ്പിൽ നിൽക്കപ്പെടുമ്പോൾ നമുക്ക് ദൈവത്തെ കബളിപ്പിക്കാമെന്ന വ്യാമോഹം വേണ്ട എന്ന് ഗലാത്യർ ലേഖനം 6-ാം അധ്യായം 7-ാം വാക്യം നമ്മളെ പഠിപ്പിക്കുകയാണ്. അന്ന് നീ എന്തു വിതച്ചോ അത് തന്നെ കൊയ്യും. എഫെസൂസ് 6:8 ഓരോരുത്തർക്കും സ്വതന്ത്രനോ അടിമയോ ആയിക്കൊള്ളട്ടെ, പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം കർത്താവിൽ നിന്ന് ലഭിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഓരോരുത്തരും, അവൻ വലിയവനെന്നോ ചെറിയവനെന്നോ വ്യത്യാസമില്ല, പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലമാണ് ദൈവം നമുക്ക് തരുന്നതെന്ന് അറിയുക. 1 കൊരിന്തോസ് 10:11 ഈ വചനങ്ങളെല്ലാം ചേർത്തിട്ട്
ഒന്നാം അധ്യായം കൊരിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം 10-ാം അധ്യായം 11-ാം വാക്യം പറയുകയാണ്, ഈ വിശുദ്ധ ഗ്രന്ഥത്തില് എഴുതിയിട്ടുള്ളതെല്ലാം അവർക്കൊരു താക്കീതായിട്ട് സംഭവിച്ചതാണ്. നമുക്കൊരു പാഠമാകേണ്ടതിന് അവയെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നു. ഈ ഉപമകളെല്ലാം, ഈ കഥകളെല്ലാം നമുക്കൊരു താക്കീതാണ്. അതൊരു പാഠമാകേണ്ടതിനാണ് അവയെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ ജീവിച്ച് അന്ത്യത്തിൽ ദൈവസന്നിധിയിലേക്ക് കടന്നു പോകുമ്പോൾ നമുക്ക് വേണ്ടിയുള്ള വൈദികന്റെ അവസാനത്തെ പ്രാർത്ഥന, തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യം, ഞാൻ നന്നായി പൊരുതി എന്റെ ഓട്ടം പൂർത്തിയാക്കി വിശ്വാസം കാത്തു. എനിക്കായി നീതിയുടെ കിരീടം ഒരുക്കിയിരിക്കുന്നു. നീതിപൂർവം വിധിക്കുന്ന കർത്താവ് ആ ദിവസം എനിക്കത് സമ്മാനിക്കും. എനിക്ക് മാത്രമല്ല, അവന്റെ ആഗമനത്തെ സ്നേഹപൂർവ്വം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും. ഇതാണ് നമ്മുടെ പ്രതീക്ഷ. കർത്താവിന്റെ ഈ പ്രതിഫലത്തിന്, ഈ നീതിക്ക്, ഈ കിരീടത്തിന് അർഹരായി ഈ ഭൂമിയിൽ ജീവിക്കുന്നവരെ അവിടുന്ന് തന്റെ മുദ്ര കുത്തി സംരക്ഷിക്കുന്നത് തിരുവചനത്തിലൂടെ നമുക്ക് കാണാനാവും. വെളിപാടിന്റെ പുസ്തകം നമുക്കൊന്ന് എടുക്കാം. ബൈബിളിലെ അവസാനത്തെ പുസ്തകമാണല്ലോ വെളിപാടിന്റെ പുസ്തകം, അതുകൊണ്ട് എടുക്കാനൊക്കെ എളുപ്പമുണ്ട്. വെളിപാടിന്റെ പുസ്തകം 7-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള തിരുവചനങ്ങൾ നമുക്കതൊന്ന് വായിക്കാം. ഇതിനുശേഷം ഭൂമിയുടെ 4 കോണുകളിൽ 4 ദൂതന്മാർ നിൽക്കുന്നത് ഞാൻ കണ്ടു. കാവൽ മാലാഖ നമുക്ക് മാത്രമല്ല ഭൂമിക്കുമുണ്ട്. കരയിലോ കടലിലോ വൃക്ഷങ്ങളിലോ വീശാതിരിക്കാൻ ഭൂമിയിലെ 4 കാറ്റുകളെയും അവർ പിടിച്ചു നിർത്തിയിരുന്നു. ഇപ്പൊ ഭൂമിയിലേക്ക് അനർത്ഥങ്ങൾ വരാതെ കാത്തു സൂക്ഷിക്കുന്ന ഭൂമിയുടെ 4 കാവൽ മാലാഖമാരെയാണ് ഇവിടെ വരച്ചു വെച്ചിരിക്കുന്നത്. വേറൊരു ദൂതൻ ജീവിക്കുന്ന ദൈവത്തിന്റെ മുദ്രയുമായി സൂര്യനുദിക്കുന്ന ദിക്കിൽ നിന്ന് ഉയർന്നു വരുന്നത് ഞാൻ കണ്ടു. കരയ്ക്കും കടലിനും നാശം ചെയ്യാൻ അധികാരം നൽകപ്പെട്ട ആ 4 ദൂതന്മാരോട് അവൻ ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ നമ്മുടെ ദൈവത്തിന്റെ ദാസരുടെ നെറ്റിത്തടത്തിൽ മുദ്രകുത്തി തീരുവോളം നിങ്ങൾ കരയോ കടലോ വൃക്ഷങ്ങളോ നശിപ്പിക്കരുത്. നമുക്ക് ആ വചനം ഒരിക്കൽ കൂടി കേൾക്കാം. ഞങ്ങൾ നമ്മുടെ ദൈവത്തിന്റെ ദാസരുടെ നെറ്റിത്തടത്തിൽ മുദ്രകുത്തി തീരുവോളം നിങ്ങൾ കരയോ കടലോ വൃക്ഷങ്ങളോ നശിപ്പിക്കരുത്. സൂര്യനുദിക്കുന്ന ദിക്കിൽ നിന്ന് ഉയർന്നു വന്നത് ഒരു മാലാഖയാണ്. എന്നിട്ട് പിന്നീട് പറയുമ്പോൾ ഞങ്ങൾ നമ്മുടെ ദൈവത്തിന്റെ ദാസരുടെ നെറ്റിത്തടത്തിൽ മുദ്രകുത്തി തീരുവോളം എന്ന് പറയുന്നു. എന്തുകൊണ്ട് ഒരു മാലാഖയെ ഞങ്ങൾ എന്ന് പറയുന്നു? നമുക്കതും തിരുവചനത്തിലൂടെ തന്നെ കാണാം. അത് കാണുന്നതിന് മുൻപ് ഇതിന്റെ 9-ാം അധ്യായം 4-ാം വാക്യം കൂടി നമുക്കൊന്ന് നോക്കാം. നെറ്റിയിൽ ദൈവത്തിന്റെ മുദ്രയില്ലാത്ത മനുഷ്യരെ അല്ലാതെ മറ്റാരെയും ഭൂമിയിലെ പുല്ലിനെയോ പച്ചച്ചെടികളെയോ വൃക്ഷങ്ങളെയോ ഉപദ്രവിക്കരുതെന്ന് ഞാൻ അവയോട് കൽപ്പിച്ചു. അതായത് ഈ ഭൂമിയിൽ നിത്യമായി നശിപ്പിക്കപ്പെടുന്നത് ദൈവത്തിന്റെ മുദ്രയില്ലാത്ത മനുഷ്യർ മാത്രമായിരിക്കും. അതായത് തന്റെ നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാനുള്ളവരെ ദൈവം മുദ്രകുത്തി നിത്യതയിലേക്ക് കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ആ മുദ്രയില്ലാത്തവർ മാത്രമാണ് ഈ ഭൂമിയിൽ നിത്യമായി നശിച്ചു പോകുന്നത്. ഇനി നമുക്ക് വെളിപാടിന്റെ പുസ്തകം എഴുതപ്പെട്ട സാഹചര്യത്തെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പഠിക്കണം. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അതുവരെ നിങ്ങൾ ഈ കേട്ട വചനങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് വായിച്ച് ഒരുങ്ങുക.